നമസ്കാരം. വീണ്ടും ഒരു രാഷ്ട്രീയ പോസ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പ്രധാനമന്ത്രിക്ക് 2-3 തവണ കത്തെഴുതിയതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. സർ എന്ന വിളി മാറ്റി ശ്രീ എന്നാക്കണം എന്നായിരുന്നു. അത് സർക്കാർ തലത്തിൽ അതിന് ഔദ്യോഗികമായ ഒരു തീരുമാനം ഉണ്ടാക്കണം, അത് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ കത്തെഴുതിയിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കതിന് മറുപടി ലഭിച്ചില്ല. ഏതായാലും സർക്കാരിൻ്റെ പരിഗണനയിൽ അത് ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ മുൻകാല അനുഭവം. ഞാൻ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിജിക്ക് എഴുതിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങൾക്കും അനുകൂലമായ മറുപടി കാലാന്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ നിർദ്ദേശങ്ങൾ അവിടെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട് എന്നെനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഈ നിർദ്ദേശവും നടപ്പാകും എന്ന് കരുതുന്നു. സർ വിളി എന്നാൽ സ്ലേവായി റിമൈൻ എന്ന് സായിപ്പിനെ ബഹുമാനിക്കാൻ വേണ്ടി നമ്മളുണ്ടാക്കിയ ഒരു അഭിസംബോധന രീതിയാണ് സർ. ഇന്നത് ലോകം മുഴുവൻ വ്യാപകമായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം ഇതായിരുന്നു എന്ന് പലർക്കും അറിയില്ല. എന്നാൽ ശ്രീ എന്ന വിളി വരുമ്പോൾ SRI ഒരു 2 അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നേ ഉള്ളൂ എങ്കിലും അർത്ഥത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. സീനിയർ റെസ്പെക്റ്റഡ് ഇന്ത്യൻ എന്നോ സീനിയർ റെസ്പെക്റ്റഡ് ഇൻഡിവിജ്വൽ എന്നോ അതിനെ വിശദീകരിക്കാം. അപ്പോൾ സർ എന്ന വിളി മാറ്റി എല്ലാ പേരിനൊപ്പവും, അത് എവിടെ താഴ്ന്ന ആളായാലും വളരെ മുകളിലുള്ള ആളായാലും ആരെ അഭിസംബോധന ചെയ്യുമ്പോഴും നമുക്ക് ശ്രീ എന്ന വിളി കൂടെ ചേർത്തിട്ട് വിളിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളൊരു നിർദ്ദേശമാണ്. അത് നടപ്പാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു കത്തെഴുതിയിട്ടുള്ളത്. ഒരു കത്തല്ല, 2-3 തവണ എഴുതി, മറുപടി ലഭിച്ചിട്ടില്ല. പരിഗണിക്കുമെന്ന് തന്നെ കരുതുന്നു. ഇന്ന് മറ്റൊരു വിഷയത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കുകയാണ്. അതായത് നേരത്തെ 2005 ഞാൻ എഴുതിയിട്ടുള്ളൊരു പുസ്തകത്തിൽ പരിഗണിച്ചിരുന്ന അല്ലെങ്കിൽ വിശദീകരിച്ചിരുന്ന ഒരു വിഷയം തന്നെയാണത്. അതായത് നമ്മുടെ ഈ പണം ഈ രീതിയിൽ നമ്മൾ വ്യക്തികൾ ഇഷ്ടം പോലെ സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും അത് രഹസ്യമായി ബാങ്കിലൊക്കെ ഇട്ടിട്ട് പലിശ വാങ്ങിക്കുകയും ചെയ്യുന്ന, നികുതി വെട്ടിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നം രാജ്യത്തെ വല്ലാതെ പിറകോട്ടടിക്കുന്നുണ്ട്. സാധാരണക്കാരൻ്റെ ജീവിതത്തെയാണത് കൂടുതൽ ബാധിക്കുന്നത്. നികുതി കൊടുക്കാതെ വൻ ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഇതിനെല്ലാം ഒരു തടയിടാൻ, അതേപോലെ നമ്മുടെ ലോൺ കിട്ടാനുള്ള പ്രയാസം, ലോൺ തിരിച്ചടവിന് ബാങ്കുകൾക്കുള്ള പ്രയാസം, ഈ ശമ്പളം കൊടുക്കുവാനുള്ള പ്രയാസം, ഇത്തരം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന ഒരു നിർദ്ദേശമാണ് ഈ പുസ്തകത്തിൽ വിവരിച്ചിരുന്നത്. ആ ഒരു വിഷയം വീണ്ടും ഇതുപോലെ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കിടയിലേക്ക് വയ്ക്കുകയാണ്. അവരത് അവിടെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചാൽ, പ്രധാനമന്ത്രിയുടെയോ ധനമന്ത്രിയുടെയോ അറിവിലേക്ക് എത്തിച്ചാൽ രാജ്യത്തത് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഇത് പറയുന്നത്. അതായത് നമുക്ക് ഡിജിറ്റൽ കറൻസിയിലേക്ക് പൂർണ്ണമായി മടങ്ങുക. നോട്ട് നിരോധനത്തിൽ 2000 രൂപ നിരോധിച്ച് 500 രൂപ വ്യാപകമായി നടപ്പാക്കിയപ്പോഴും ഇപ്പോഴും കള്ളനോട്ടുകളും വിദേശ പണം വരാനുള്ള സാധ്യതകളും കുഴൽപ്പണത്തിനുള്ള സാധ്യതകളും എല്ലാം ഉണ്ട്. ഇതെല്ലാം പാടെ അടയ്ക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഡിജിറ്റൽ കറൻസി നടപ്പാക്കുക. RBIയുടെ നേതൃത്വത്തിൽ ഇന്നുള്ള ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ആ രീതിയിലല്ലാതെ അവിടെ ട്രാൻസാക്ഷന് ലിമിറ്റുകളുണ്ടല്ലോ, ഇത്തരം ലിമിറ്റുകളെല്ലാം ഒന്നുമില്ലാതെ നമുക്ക് RBIയുടെ നേതൃത്വത്തിൽ തന്നെ എനിക്ക് ശമ്പളം, ഒരു ഉദാഹരണമായിട്ട് പറയാം, എനിക്ക് ശമ്പളം കിട്ടുന്നു, 50,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ള ബാങ്കിൽ ആ അക്കൗണ്ടിൽ ആ പണം ഉണ്ടാകും. എനിക്കത് ഉപയോഗിച്ച് പാൽക്കാരന് 1000 രൂപ കൊടുക്കണമെങ്കിൽ അവിടെ പാൽക്കാരൻ്റെ നമ്പറിലേക്ക് എനിക്കത് ട്രാൻസാക്ട് ചെയ്യാം. അതേപോലെ പത്രത്തിന് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു ലോൺ അടയ്ക്കണമെങ്കിൽ അവിടേക്കത് ട്രാൻസ്ഫർ ചെയ്യാം. ഈ രീതിയിൽ ഒരു നിശ്ചിത ബാങ്കിലൂടെ മാത്രം നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും നടക്കുക. ഇനി മറ്റൊരു ബാങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ഇടണമെങ്കിൽ പോലും ബുദ്ധിമുട്ടില്ല. അത് ഈ ബാങ്കിലിട്ടിട്ട് അത് ആ ബാങ്കിലേക്ക് ഒരു FD ആയിട്ട് കൊടുക്കണം എന്നുള്ളൊരു സന്ദേശം അയച്ചാൽ മാത്രം മതിയാകും. അത് അവിടെ ക്രെഡിറ്റ് ആവുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുകയും ചെയ്യും. അവിടെ ഇത്ര രൂപയുണ്ട്. ഇതിനുള്ള വിപുലമായ ഒരു സംവിധാനത്തെക്കുറിച്ചാണ്
അവിടെ എഴുതിയിരുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്നതും. അതായത് RBIയുടെ കീഴിൽ ഓരോ സംസ്ഥാനത്തും RBIയുടെ ഒരു ഓഫീസ് വേണം. ആ സംസ്ഥാന ഓഫീസിൻ്റെ കീഴിൽ ജില്ലാ ഓഫീസുകൾ വരണം. ആ ജില്ലാ ഓഫീസുകളുടെ കീഴിൽ പഞ്ചായത്ത് ഓഫീസുകൾ വരണം. അങ്ങനെ വിഭജിച്ച് അവിടെയെല്ലാം RBI അംഗീകരിച്ച ചില ധനകാര്യ സ്ഥാപനങ്ങളും ഉണ്ടായിരിക്കണം. അതായത് നിലവിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് തന്നെ RBI അംഗീകാരം കൊടുത്താൽ മതിയാകും. അവയ്ക്ക് മേൽ നിയന്ത്രണമുണ്ടാകും. അവയുടെ കണക്കുകളെല്ലാം RBIക്ക് പരിശോധിക്കാൻ അധികാരമുണ്ടായിരിക്കണം. ഈ രീതിയിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയ ശേഷം നമ്മൾ ഡിജിറ്റൽ കറൻസിയിലേക്ക് മടങ്ങിയാൽ, അതായത് ഞാൻ എൻ്റെ കയ്യിലുള്ള ഇപ്പോഴുള്ള നോട്ട് നാണയം അതെത്രയായാലും അത് ഞാനൊരു ബാങ്കിൽ കൊടുക്കുന്നു, അത് എൻ്റെ പേരിൽ അക്കൗണ്ടിൽ വരുന്നു. എനിക്കുള്ള എല്ലാ ട്രാൻസാക്ഷനും ഓൺലൈൻ വഴിയായിരിക്കും. അത് ഓൺലൈൻ വഴി ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങി 50 രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ ആ കടയിലുള്ള ഒരു മെഷീനിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പറും അവരുടെ ഒരു പാസ്വേഡോ സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് ആ പണം അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എനിക്ക് കഴിയണം. അതേപോലെ ഒരു വ്യക്തിക്ക് കടം കൊടുത്താൽ നമ്മളിപ്പോൾ മുദ്രപത്രത്തിൽ എഴുതി വാങ്ങുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ലാതാകും. ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ അത് തിരിച്ചടവിനുള്ള ഒരുപാട് രേഖകൾ, ജാമ്യമെല്ലാം കൊടുക്കേണ്ടി വരും. അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സ്ഥലം വെച്ച് നമുക്ക് ലോൺ എടുക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് കടലാസുകൾ നമ്മൾ വാങ്ങേണ്ടതുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഇത്ര വരുമാനമുണ്ട് എന്നുള്ളത് എൻ്റെ അക്കൗണ്ട് നോക്കിയാൽ ആ ബാങ്കിന് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവിടെ അങ്ങനെ ലോൺ എടുക്കുകയാണെങ്കിൽ പിന്നീട് എനിക്ക് വരുന്ന ഏത് ഇൻകവും ആ അക്കൗണ്ടിലേക്കായിരിക്കും വരിക. ഞാനൊരു കൂലിപ്പണിക്കാരനാണെങ്കിൽ വൈകുന്നേരം എനിക്കുള്ള തുക ആ അക്കൗണ്ടിലേക്കാണ് വരിക. അതിൽ നിന്ന് ലോണിനുള്ള തുക മാസത്തിലോ ആഴ്ചയിലോ ദിവസമോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതെടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് മിച്ചമുള്ള പണം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ തിരിച്ചടവിനെക്കുറിച്ച് ബാങ്കുകൾക്ക് ആവലാതിപ്പെടേണ്ടതില്ല. അതേപോലെ തന്നെയാണ് ഒരു ലോൺ എടുക്കാനും ഒരു ലോൺ കൊടുക്കാനും വ്യക്തികൾക്ക് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ബാങ്കുകൾ മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് എനിക്കൊരു സഹായം ചെയ്യണം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ലോൺ കൊടുക്കണം, എനിക്കൊരു നിശ്ചിത പലിശ ഈടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ RBI അംഗീകരിച്ച ഒരു പലിശ ഈടാക്കിക്കൊണ്ട് ആ വ്യക്തിക്ക് ബാങ്ക് മുഖേന തന്നെ ആ പണം ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെയും ആ വ്യക്തിക്കുള്ള ഏത് വരുമാനം വരുമ്പോഴും എനിക്ക് തരാനുള്ള പണം തന്നിട്ടായിരിക്കും ബാങ്ക് അത് ഈടാക്കിയ ശേഷം എൻ്റെ അക്കൗണ്ടിലേക്ക് വകയിരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും ആ ബാക്കിയുള്ള പണം അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയുക. അപ്പോൾ നമ്മൾ ഒരു റേഷൻ കടയിൽ പോവുകയാണെങ്കിലും ഒരു മത്സ്യക്കച്ചവടക്കാരൻ്റെ അടുത്ത് പോവുകയാണെങ്കിലും ഇവിടെ പറയാനുള്ളത് പല അത്തരം മത്സ്യം കച്ചവടം ചെയ്യുന്ന പോലുള്ള ആളുകളെല്ലാം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവരുടെ ഒന്നും നികുതി സർക്കാരിനും കിട്ടുന്നില്ല. ഇത് ഒരുപാട് കള്ളപ്പണം ഉണ്ടാവാൻ നമുക്ക് കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സ്വർണത്തിൻ്റെ എല്ലാം ബ്ലാക്ക് ബിസിനസ് ചെയ്യുന്നവർ, അതേപോലെ മദ്യവ്യാപാരം, മയക്കുമരുന്നിൻ്റെ വ്യാപാരം ചെയ്യുന്നവരുടെയൊക്കെ കോടികളുടെ ആസ്തികളുള്ളവരുണ്ട്. ഇവരുടെ ഒന്നും ഒരു ടാക്സും സർക്കാരിന് കിട്ടുന്നില്ല. മാത്രമല്ല ഇവരുടെ ഒന്നും പണമിടപാടുകൾ സർക്കാരിന് നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനവും ഇപ്പോഴില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്ന സിസ്റ്റം നടപ്പാക്കുന്നതോടുകൂടി ഇതെല്ലാം ഉണ്ടായി വരും. നമുക്ക് ഏത് തിരക്കുള്ള സ്ഥലത്തു കൂടിയും നമുക്ക് ധൈര്യമായിട്ട് നടന്നു പോകാം. നമ്മുടെ പണം ആരും മോഷ്ടിക്കും, അല്ലെ പോക്കറ്റടിക്കും, അല്ലെ കൊള്ളയടിക്കും, അല്ലെങ്കിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി നമ്മുടെ പണം തട്ടിയെടുത്തു. ഇത്തരം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ഈ ഒരൊറ്റ സിസ്റ്റം കൊണ്ടുവന്നാൽ മാത്രം മോചനം കിട്ടും. മാത്രമല്ല രാജ്യത്തിൻ്റെ നികുതി ഇനത്തിലുള്ള വരുമാനം ഇപ്പോഴുള്ളതിൻ്റെ ഒരു 2 ഇരട്ടിയെങ്കിലും ആയി മാറും. അപ്പോൾ ആ പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാൻ പറ്റും. തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിക്കും. എല്ലാം പണത്തിന് വേണ്ടിയാണല്ലോ മനുഷ്യൻ എല്ലാ തരം വൃത്തികേടുകളും ചെയ്യുന്നത്. രാജ്യദ്രോഹം ചെയ്യുന്നതും അതിന് തന്നെയാണ് ബേസിക്കായിട്ട്. അപ്പോൾ അത്തരം എല്ലാ വർഗീയതയ്ക്കൊരു തടയാവും. അങ്ങനെ രാജ്യത്തെ സമൂലമായി പരിഷ്കരിക്കുന്ന, സമൂല മാറ്റം രാജ്യത്ത് വരുത്തുന്ന, ജനങ്ങളുടെ സ്റ്റാറ്റസ് ഉയർത്തുന്ന ഒരു നടപടിയായി മാറും ഈ ഡിജിറ്റൽ കറൻസി. അപ്പോൾ ഈ സന്ദേശം കേട്ടിട്ടുള്ള എല്ലാവരും അത് സർക്കാരിലേക്ക് എത്തിക്കണം.
എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കണം. ഇത് കേൾക്കുന്ന പല ആളുകളും കേന്ദ്രവുമായിട്ടൊക്കെ അടുപ്പമുള്ള ആളുകളുണ്ടാവും. അവരാ സന്ദേശമൊന്ന് അവിടെ എത്തിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ജയ് ഹിന്ദ്.